ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചത്തപ്പച്ചൻ്റെ റിവ്യൂ ആണ്. പടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പടം നമ്മൾ ശാസ്ത്ര തിയേറ്ററിലാണ് കണ്ടത്. ഇവിടെ അടുത്ത് പറവൂർ ശാസ്ത്ര തിയേറ്ററിലാണ് വൈകിട്ട് ഷോ കണ്ടത്. ഇന്നലെയാണ് കണ്ടത്. പക്ഷേ പടം ശരിക്കും നമ്മുടെ നല്ല ഒരു ഫൈറ്റ് മൂഡ് ഒക്കെ അതായത് അലമ്പൊന്നുമില്ല. എല്ലാ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ കാണാം. അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു പറ്റിയ പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. കാരണം നമുക്ക് ആ ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയാലാണ് പടത്തിൻ്റെ ആ ഒരു രീതി നിങ്ങൾക്ക് ക്ലിക്ക് ആവുള്ളൂ. പിന്നെ ആ ടെക്നിക്കൽ സൈഡും എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ എല്ലാ ക്യാരക്ടറും അടിപൊളിയാണ്. നമ്മൾ എടുത്തു പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഷമത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ അർജുവശമൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും. പക്ഷെ ഇവരുടെ ഒരു മെയിനായിട്ട് പക്ഷെ ഒരു വേറൊരു കാറ്റഗറിയാണ്, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അർജുവശോകൻ പല പല കാറ്റഗറിയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. അദ്ദേഹം ഓരോ പടി മുന്നോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ പാടെ ഈ പടത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഏകദേശം പടം വന്നിട്ട് ഇപ്പോൾ ഇത്ര ദിവസമായി. മമ്മൂട്ടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എല്ലാത്തിലും ഓൾറെഡി അതിൻ്റെ ട്രോളുകൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ വൈസ് എല്ലാം ഓക്കെയാണ്. പക്ഷേ കോസ്റ്റ്യൂം വൈസും കാര്യങ്ങളും ഇത്തിരി ബോറായി പോയി. കാരണം ബാക്കി എല്ലാവരും നല്ലൊരു എന്താ പറയുക, നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ടാവില്ലേ, പക്ഷെ അതില്ല. മമ്മൂട്ടി വന്നപ്പോൾ നല്ല ടെററായിരുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു ഫീൽ ഇപ്പോൾ എല്ലാവരും റെസ്ലിംഗ് ടൈപ്പാണ് എല്ലാവർക്കും ആഗ്രഹം. പണ്ടത്തെ ആ ഒരു റെസ്ലിംഗ് ടൈപ്പ്, മലയാളത്തിൻ്റെ റെസ്ലിംഗ് എന്ന് പറയാം. എല്ലാം അതൊന്നും മോശമായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം അടിപൊളി. നമുക്ക് നല്ല എൻഗേജിങ് ആണ്, നല്ല ഇടിയും കാര്യങ്ങളും. പക്ഷേ നമ്മുടെ മമ്മൂട്ടി വന്നപ്പോൾ പടം നല്ലതായിരുന്നെങ്കിലും, അതായത് അദ്ദേഹത്തിൻ്റെ ആ റോളും ക്യാരക്ടറും എല്ലാം അടിപൊളിയാണെങ്കിലും കോസ്റ്റ്യൂം വൈസ് ഇത്തിരി അലമ്പായി പോയി. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ കുറച്ച് മിനിറ്റ് ഉള്ളൂ, അവസാനം കുറച്ച് മിനിറ്റ് ഉള്ളൂ മമ്മൂട്ടിയുടെ അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളും കോസ്റ്റ്യൂംസും സ്ലാങ് പ്രശ്നമൊന്നുമില്ല. കാരണം ഓൾറെഡി മട്ടാഞ്ചേരി സ്ലാങ്ങാണ്, അത് പിന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഉണ്ടെന്ന് അറിയാം. പക്ഷേ മോഹൻലാലിൻ്റെ ഗെറ്റപ്പ് എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക, തീപാറും പോലെയാണ്. ഇപ്പം ബബയായാലും നല്ല രസമാണ് അതിന് കാണാനായിട്ട്. പക്ഷേ ഇതിൽ എന്ത് പറ്റിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അടിപൊളിയായെങ്കിലും പക്ഷേ നമുക്ക് ആ ഒരു മാസ് ഫീലോ അതൊന്നും തോന്നിയില്ല. അത് മാത്രമേ നെഗറ്റീവായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം അടിപൊളി തന്നെയാണ്. എല്ലാവരും അതിലൊരു അഭിനയിച്ച പെൺകുട്ടിയുണ്ട്, അവരുടെ ഫൈറ്റും എല്ലാം അടിപൊളിയാണ്. നമുക്കൊരു റെസ്ലിംഗ് നമ്മൾ പണ്ടത്തെ ആ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് അനുഭവിച്ചത് ആ ഒരു രീതിയിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. വേറെ പറയാനൊന്നുമില്ല. സംഭവം സൂപ്പർ, എല്ലാവർക്കും കാണാം. കുറ്റമൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. കാരണം വെച്ചാൽ ആ ഒരു ഫീൽഡിൽ നിന്നാലാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളാണ്. കിടിലമ്പഴാണ്, എല്ലാവരും കാണാം. ഈ ഒരു സംഭവം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് സ്പോയിലർ അല്ല, ഓൾറെഡി എല്ലാവരും അറിഞ്ഞു വരുന്നതാണ്, അറിയുന്നുണ്ട്, ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളും അറിയണം. അപ്പോൾ ഞാനായിട്ട് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ അല്പം ലേറ്റായിട്ട് തോന്നുന്നുള്ളൂ. എല്ലാവരും കാണാൻ നല്ലൊരു പടമാണ്. ഈ ഒരു സംഭവം അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഓരോരുത്തരുടെ രുചി ടേസ്റ്റ്. കാരണം മമ്മൂക്കേനെ ആ ഒരു രീതിയിലല്ല നമ്മൾ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ ആ ഒരു എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ്. അപ്പോൾ അദ്ദേഹം മാത്രമാണ് ആ ഒരു കോസ്റ്റ്യൂം വൈസ് കാര്യങ്ങളിൽ ഇത്തിരി ഇതായി പോയത്. ബാക്കി എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയണ്ട. തീറ്റ തന്നെ കാണണം. കാരണം എന്നാലാണ് ആ ഫൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റും മൊത്തത്തിൽ ചെയ്തേക്കുന്ന ആ ഒരു സംഭവങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. നല്ല രസം. നമുക്ക് ആ പടത്തിൽ തന്നെ ഗേഡ്കാളി, നമ്മൾ ജോൺ സീന, എല്ലാവരും റെമസ്റ്റീരിയോ എല്ലാം അതിൽ നമുക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാം, അടിച്ചു പൊളിക്കുക. എന്തായാലും യങ്സ്റ്റേഴ്സിനാണ് കൂടുതലും ഇത്. പിന്നെ പഴയ ആൾക്കാർക്ക് ഓക്കെയാണ്, അമ്മമാർക്കും എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. എന്നാലും എല്ലാം കൊണ്ടും മോശമല്ല, അതായത് ഒരു വൃത്തികേടോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും നല്ല ഇത് കാണാം. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.